അക്ബറും അനുമോളും ഈ ബിഗ് ബോസിന്റെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളാവുമായിരിക്കാം. പക്ഷെ ഇതിനകത്ത് വെച്ച് അക്ബർ അനുമോളായിട്ട് കണക്ട് ആവാൻ ഭയങ്കര പാടാ. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ തുടക്ക സമയം മുതൽക്ക് തന്നെ, ഈ സീസൺ ആരംഭിച്ച സമയം മുതൽക്ക് തന്നെ അക്ബറിനെ പറ്റി അനുമോള് പറഞ്ഞിരിക്കുന്ന കുറെ പ്രസ്താവനകളുണ്ട്. തുടക്ക സമയത്ത് അക്ബറിന്റെ നോട്ടം ശരിയല്ല, ജിസേലിനെ നോക്കിയ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് പറഞ്ഞു, കുളിക്കാറില്ല, വൃത്തിയില്ല, പിന്നെ മറ്റേ ജാക്കി വെക്കുന്ന ആളാണ്, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അക്ബർ മറ്റേ കുത്തിത്തിരിപ്പനാണ്, ബുള്ളി ഗ്യാങ് ആണ്, പാവാട മറ്റേ താങ്ങിയാണ്, ജിസേലിന്റെ പാവാട താങ്ങി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രസ്താവനകൾ അക്ബറിനെതിരായിട്ട് അനുമോള് നടത്തിയിട്ടുണ്ട്. അക്ബർ തിരിച്ചു പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ ഓരോരോ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടാണ് അക്ബർ തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അക്ബറിന് അനുമോളായിട്ട് ഒരു കണക്ഷൻ വരാനായിട്ട് ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പൊ പ്രത്യേകിച്ച് ആദിലും നൂറയും കൂടെ ഇതേപോലെ അക്ബറിനെ മനഃപൂർവ്വം കരിവാരി തേക്കണം എന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അക്ബറിനെ അക്ബറിനെ തകർക്കണം എന്നൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ വന്നു എന്ന് ആദില പറയുമ്പോഴത്തേക്കും അത് കൺവിൻസ്ഡ് ആവില്ല. കാരണം അത് അനുമോളും അക്ബറുമായിട്ടൊരു കണക്ഷൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇല്ല, അകത്തില്ല. പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു കണക്ഷൻ വന്നാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ. അതെനിക്ക് അറിയില്ല അത് എന്തുമാത്രം. പുറത്തിറങ്ങി ആദ്യം നോക്കുന്നത് എന്തൊക്കെ ഭാര്യക്ക് സംഭവിച്ചു എന്നാണ് അക്ബർ ആദ്യം നോക്കുന്നത്. അതിന്റെ ബേസിലെ ആ ഒരു റിലേഷൻ മുന്നോട്ട് പോകത്തുള്ളൂ. അതത്രേ ഉള്ളൂ, തീർച്ചയുള്ളൂ. കാരണം ഓരോരുത്തരും ആ ഒരു സൈഡ് നോക്കുമ്പോൾ അക്ബറിന്റെ സൈഡ് ശരിയാണ്. ഇവൻ നിങ്ങളാണെങ്കിൽ